another farm visit. റെഡിയാണോ? റെഡിയാണ്. നല്ല നട്ടുച്ചവയിലേക്ക് ഇറങ്ങുന്നുണ്ട്. തൊപ്പിയും കണ്ണടയും വെച്ച്. Come on. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിലോട്ടാണ്. മിയോ ഫാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വില്ലേജാണ്. ഒരു പിക്ക് യുവർ ഓൺ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള ഒരു ഫാമാണ്. അതായത് നമ്മളുടെ UK സീസൺ അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അത് പിക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ സമ്മറിലെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് കേട്ടോ സ്ട്രോബെറി പിക്കിങ്, ആപ്പിൾ പിക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഫാം. ഇവിടുത്തെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. സാധാരണ എല്ലായിടത്തും എന്തെങ്കിലും ചാർജ് കാണും. ഇവിടെ എൻട്രി ഫ്രീ ആണ്. ഡേയ്സു ബക്കറ്റുമായിട്ട് എങ്ങോട്ടാ? പാട്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പോകും? പണം പിരിക്കാൻ. ബക്കറ്റ് കുറെ ആപ്പിൾ ഉണ്ട്. ഇവിടെ ആപ്പിൾ ഇല്ല, ഇവിടെ സൺഫ്ലവേഴ്സ് ആണ്. പക്ഷെ അപ്പുറത്ത് ആപ്പിൾസ് ഉണ്ട്, പ്ലംസ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതെല്ലാം പറക്കാൻ പോവാ ഈ ഒരു ബക്കറ്റ് നിറയെ. അല്ല മച്ചാ, നോക്കാം പറക്കി കഴിയുമ്പോ എത്ര ഉണ്ടെന്ന്. നല്ല ഫസ്റ്റ് ക്ലാസ് പറക്കികളാ പോകുന്നു. ഒന്ന് കണ്ടറിയണം. എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സൺഫ്ലവേഴ്സ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൺഫ്ലവേഴ്സ് ഒന്നും ഈ ഒരു സീസണിൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ ഫാമാണ്, നമുക്ക് കുറേ അധികം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചുറ്റിനും ഇഷ്ടംപോലെ പേസാണ്. ഇന്നെടുത്താലോ? അപ്പൊ നമ്മളൊരു ബക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടോ? നല്ല രസമില്ലേ കാണാൻ? എന്നാൽ ഞാൻ ആദ്യത്തെ അങ്ങോട്ട് എടുത്താലോ? അത് കഴിച്ചു നോക്കുന്നോ? കഴുകണ്ടേ? ഓ പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. കഴിക്കട്ടെ. ആ ഒരു ക്രഞ്ചിനെസ് കളാവോ? അതിലുണ്ട്. എന്തായാലും നീ കഴിക്കും, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. നമുക്ക് അവിടെ പേഴ്സ് ഉണ്ട്, ആപ്പിൾസ് ഉണ്ട്, പംപ്കിൻസ് ഉണ്ട്. നല്ല ഫാമാണ്. അപ്പൊ ബാക്കി പോയാലോ? പോയാലോ? നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് നേരിട്ട്. നമ്മൾ ഗാർഡനിലും ബാക്ക് യാർഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം ആപ്പിൾസും പേഴ്സും സൺഫ്ലവേഴ്സ് സ്ട്രോബെറീസ് എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു, എനിക്കിഷ്ടമായി. എനിക്ക് തോന്നുന്നത് ഇത് കുട്ടികളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. അവർക്കാണല്ലോ ഇത് പിക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ. പിന്നെ നേച്ചർ പൊതുവെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലം ഇഷ്ടമാവും. ആപ്പിൾസ് പിക്ക് ചെയ്യണം കേട്ടോ. ഇതുണ്ടോ, ഈ മരങ്ങൾ നിറയെ ആപ്പിൾസ് ആണ്. കുറേ താഴെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതെടുക്കുകയാണ്. ഇലയോട് കൂടെ വന്നു. ഇത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ ആപ്പിൾ, പക്ഷേ ഇത് ചെറുതാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് വലിയ. അപ്പം നല്ല ഫാമാണ് കേട്ടോ. ഒത്തിരി ഇങ്ങനെ സ്പേസ് ആണ്, നിറയെ ആപ്പിൾസ് കിടക്കുകയാണ്. ആപ്പിൾസ്, പേഴ്സ്. ഇനി എന്താണ്, നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോയാലോ? ഇത് വേറെ ടൈപ്പ് ആപ്പിൾ അല്ലേ? ഇതിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡാർക്ക് കളർ. കൊള്ളാം. കൊള്ളാല്ലേ? യെസ്. 2-3 എടുത്തു. അത് പൊട്ടേന്ന് തോന്നുന്നു. ഇച്ചിരി നല്ലത് നോക്കി എടുക്കാവോ? MBA ഞാനേ MBA സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു ആപ്പിൾ ബറിയിൽ.
ഈ കംപ്ലീറ്റ് റെഡ് ഇല്ലേ? എടുത്തു. എല്ലാം അങ്ങനെയാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടാ വെച്ചേ. എന്നിട്ട് ഇതിന് എല്ലാം തിരിച്ചിട്ട് പോകാനാണോ? ഇത്ര ആപ്പിളിന്റെ ആവശ്യം നമുക്ക് ഉണ്ടോ ആക്ച്വലി? വാങ്ങിച്ചേക്കാ. ഇനിയിപ്പോ ഒരു മാസത്തേക്ക് ആപ്പിൾ വേണ്ട, ഫ്രിഡ്ജ് വെക്കാം. നല്ല കാര്യം. എന്തായാലും കൊള്ളാല്ലേ ഫാം. അയ്യോ അത് കണ്ടു അവിടെ വേറെ കളറ്. ഇതേ പല ടൈപ്പാണ്. സൂക്ഷിക്കണേ. ഇത് കണ്ടോ വെച്ചേ, ഇത് വേറൊരു കളറ്. നല്ല ഭംഗിയില്ലേ ഈ പ്ലംസ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചിലതിന് നമ്മൾ നോക്കിയിട്ട് അത്ര മധുരമില്ലായിരുന്നു. ഞങ്ങൾ കൂടുതലും ആപ്പിൾസും പേഴ്സാട്ടോ നമ്മൾ വീട്ടിലോട്ട് എടുത്തത്. ഇത് എന്നിട്ട് ഫൈനലി നമ്മളെല്ലാം എടുത്തിട്ട് ഇവരുടെ റിസപ്ഷനിൽ കൊണ്ടുപോയാൽ ഇവർ വെയ് ചെയ്തിട്ടാണ് അത് ചാർജ് ചെയ്യുന്നത്. വലിയ അങ്ങനെ റേറ്റൊന്നുമില്ല, നോർമൽ റേറ്റൊക്കെ ഉള്ളൂ. നമുക്കൊരു ഹാഫ് ഡേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള എല്ലാ ഫാമിലും ഇതുപോലെ ചെറിയ രീതിയിലൊരു കാഫേ, അവിടെ നിന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കാൻ അവർ വെച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ. ഇതൊരു വലിയ എന്താ പറയുക, ഒരു വലിയ ടൂറിസ്റ്റി സ്ഥലമല്ല കേട്ടോ. ഇതൊരു ഫാമിലി റൺ ഫാമാണ്. ഇത് സ്ട്രോബെറി ആണ് കേട്ടോ. സ്ട്രോബെറിയുടെ സീസൺ ആക്ച്വലി കഴിഞ്ഞായിരുന്നു, എന്നാലും കുറച്ച് അവിടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.